ഇന്നൊരു ബ്രൊക്കോളി തോരൻ ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഈ ഓരോ എതളുകളാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, 2-3 വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരല്പം ചെറിയ ജീരകം ചേർക്കാം. ഇനി ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അടുപ്പത്തേക്ക് ഇതുപോലൊരു ചീനച്ചട്ടിയോ അടികട്ടിയുള്ള എന്തെങ്കിലും പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയാലും ഏതായാലും മതി. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ബ്രോക്കോളി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട. അപ്പോൾ മുട്ട ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മറ്റേ പോലെ ആണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. മുട്ട ഒന്ന് വേവണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയാം. എന്തായാലും പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം. ബൈ.